അദ്ദേഹത്തിനും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. കുടുംബത്തിനായി രാവും പകലും ഓടി നടന്ന ഒരു സാധാരണ മനുഷ്യൻ. പക്ഷേ ശരീരത്തിനുള്ളിൽ നിശബ്ദമായി വളർന്നുകൊണ്ടിരുന്ന ഒരു രോഗം തന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. ഒരു ദിവസം കാലിൽ ചെറിയൊരു മുറിവ്. ഇതൊന്നുമല്ല എന്ന് കരുതി അദ്ദേഹം അവഗണിച്ചു. പക്ഷേ പ്രമേഹം ആ മുറിവിനെ ഉള്ളിൽ നിന്നും വിഴുങ്ങിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും അപകടം അടുത്തുകൊണ്ടിരുന്നു. കാലിൽ വേദന കൂടി, നടക്കാൻ ബുദ്ധിമുട്ടായി, രാത്രികളിൽ ഉറക്കം പോലും നഷ്ടമായി. അപ്പോൾ മാത്രമാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത്, പ്രമേഹം ഒരു രോഗം മാത്രമല്ല, അത് ശരീരത്തെ പതുക്കെ തകർക്കുന്ന നിശബ്ദനായ കൊലയാളിയാണ്. ജീവൻ രക്ഷിക്കാൻ കാൽ മുറിച്ചു മാറ്റണം. ഒരു നിമിഷം അദ്ദേഹം ശൂന്യനായി. സ്വന്തം കാലിൽ നടന്നുപോയ ആശുപത്രിയിൽ നിന്ന് ഒരു കാൽ നഷ്ടപ്പെട്ട് വീൽചെയറിൽ മടങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു ചോദ്യം മാത്രം: ഇനി എങ്ങനെയാണ് ജീവിതം? അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കണ്ണുനീർ, മക്കളുടെ നിശബ്ദ ഭയം. അവരാരും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയില്ല. പക്ഷേ ഓരോ മുഖത്തും ഒരു വേദനയുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നില്ലേ? പ്രമേഹം വന്നാൽ ഭയപ്പെടേണ്ടതില്ല, പക്ഷേ അവഗണിക്കരുത്. ചെറിയ മുറിവുകൾ പോലും അപകടമാകാം. കൃത്യമായ ചികിത്സയെ, ഭക്ഷണ നിയന്ത്രണം, വ്യായാമം, പാദപരിചരണം, ഇവയെല്ലാം ഒരു ജീവിതം രക്ഷിക്കാം. അദ്ദേഹം നഷ്ടപ്പെട്ടത് ഒരു കാൽ മാത്രമല്ല, പക്ഷേ ജീവിതം അവസാനിച്ചിട്ടില്ല. ഇന്നും അദ്ദേഹം പോരാടുന്നു, കുടുംബത്തിനായി, ജീവിതത്തിനായി. ഈ അവസ്ഥ മറ്റാർക്കും വരാതിരിക്കട്ടെ. രോഗം വന്ന് ചികിത്സിക്കാതെ, രോഗം വരാതെ പ്രതിരോധിക്കുക. അതിനാണ് ഇൻഡ്യൂസ് വിവ ഐ കോഫി. കൂടുതൽ അറിയാൻ ജെമിനിയോടോ ഗൂഗിളിനോടോ ChatGPTയോടോ ചോദിക്കുക. വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾ മാനസികമായി വീക്കാവുമ്പോൾ ശരീരം കാണിച്ചു വരുന്ന 3 അടയാളങ്ങൾ. നമ്പർ 1, സ്ലീപ്പിംഗ് ഡിസോർഡർ, കിടന്നാലും ഉറക്കം വരാത്ത അവസ്ഥ. നമ്പർ 2, കാരണം അറിയാതെ നിങ്ങൾക്ക് ദേഷ്യവും സങ്കടവും വരുന്നു, നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്പർ 3, നിങ്ങൾക്ക് വിശപ്പ് കുറയുന്നു.